MEC7 എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യായാമ കൂട്ടായ്മയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ കൂട്ടായ്മ ഏതാണ്ട് 12 കൊല്ലമായിട്ട് മലബാറിൻ്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നതാണ്. അത് തിരൂരങ്ങാടിയിലും മറ്റുള്ളൊരു വിമുക്ത പഠനമാണ് രൂപകൽപ്പന ചെയ്ത് പ്രാവർത്തികമാക്കിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം സ്ത്രീകളും പുരുഷന്മാരും ദിവസേന വ്യായാമം ചെയ്യുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്ക് ഈ വ്യായാമ മുറ തീർച്ചയായിട്ടും ഒരു പരിഹാരമാർഗമാണ് എന്നാണ് പറയുന്നത്. അതിൽ യാതൊരു സംശയമില്ല. കാരണം സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ഏതായാലും സതുദ്ദേശപ്രേരിതമായി തുടങ്ങിയ ഈ കൂട്ടായ്മ അതിൻ്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരുമാണ് എന്ന ചരിത്രപരമായൊരു കണ്ടുപിടുത്തം CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സഖാവ് മോഹനം മാസ്റ്റർ നടത്തുകയും അദ്ദേഹം അത് മൈക്കിലൂടെ വിളിച്ചു പറയുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ AP വിഭാഗത്തിൽപ്പെട്ട ചില മതപണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞു. അവരാശയം നേരത്തെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഈ കൂട്ടായ്മയുടെ പുറകിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കരാള ഹസ്തങ്ങളാണുള്ളത്. അത് ഇസ്ലാം ദീനിന് യോജിച്ച ഒരു കാര്യമല്ല എന്നുമാണ്. ജമാഅത്തെ ഇസ്ലാമിയോട് താത്വികമായിട്ടുള്ള എതിർപ്പാണ് ഇവർ ഈ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരായിട്ട് പ്രായോഗികമായിട്ട് പ്രകടിപ്പിക്കുന്നത്. ഇവരുടെ യഥാർത്ഥത്തിലുള്ള സങ്കടം എന്ന് വെച്ചാൽ ഈ ഇസ്ലാം മതത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ കണ്ടാൽ മിണ്ടുകയോ അല്ലെങ്കിൽ പരസ്പരം അഭിവാദ്യം ചെയ്യുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിചാരിക്കുന്ന ചില കൂട്ടരുണ്ട്. ഇപ്പോൾ ഈ സമസ്തക്കാരായ സുന്നികളെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സലാം പറയുകയാണെങ്കിൽ ഇവർ തിരിച്ച് സലാം പറയില്ല. ഇവരങ്ങോട്ട് സലാം പറയാൻ പാടില്ല എന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു സുന്നിയെ കാണുമ്പോൾ മുജാഹിദുകാരൻ അസ്സലാമു അലൈക്കും എന്ന് അഭിവാദ്യം ചെയ്താൽ മറ്റേ വാ അലൈക്കും അസ്സലാം എന്ന് തിരിച്ച് പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ഇവരുടെ ഒരു തീട്ടൂരമുണ്ട്. ഈ വ്യായാമ കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ ആളുകൾ തമ്മിൽ കാണുമ്പോൾ സലാം പറയുകയും സലാം മടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വിഷമം. രണ്ടാമത്തേത്, സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് വ്യായാമത്തിൽ ഏർപ്പെടുന്നു. അത് അനിസ്ലാമികമാണ്. സ്ത്രീകൾ വേറെ സ്ഥലത്ത് വ്യായാമം ചെയ്യണം, ഇനി അതിന് മറക്കപ്പുറത്ത് ചെയ്യണം എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ സുന്നിയിലെ പണ്ഡിതന്മാർ വിചാരിക്കുന്നത്. അത്രയേ ഉള്ളൂ അവർക്ക് എതിർപ്പ്. അല്ലാതെ അതിൻ്റെ പുറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി പൊതുവേ സുന്നികൾക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുകൊണ്ടാണ്. ഏതായാലും ഇവിടെ പിടിച്ചിട്ടാണ് നമ്മുടെ മോഹന മാസ്റ്റർ ആക്രമണം ആരംഭിച്ചപ്പോൾ AP വിഭാഗം സുന്നികളുടെ ആധ്യാത്മികമായ പിന്തുണയുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായ പിന്തുണയുണ്ട് ഈ ആരോപണത്തിൽ. പിന്നീട് ഇത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ CPMൽ തന്നെയുള്ള പല ആളുകളും ഇതിന് സഹായഹസ്തം നീട്ടിയവരുണ്ട്, ഘടകകക്ഷികളിലുമുണ്ട് എന്നൊക്കെ പുറത്തു വന്നപ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ഇവരുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവർക്ക് ആശംസാ സന്ദേശം കൊടുത്തിട്ടുണ്ട്. മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ ഇവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ മോഹന മാസ്റ്റർ നിലപാട് അല്പം ഒന്ന് മയപ്പെടുത്തി. ഇതിലുള്ള എല്ലാ ആൾക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരോ പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന് ഞാൻ പറഞ്ഞില്ല, അവർ നുഴഞ്ഞു കയറാതെ നോക്കണം എന്ന രീതിയിൽ അദ്ദേഹം പരാമർശം മയപ്പെടുത്തി. ചില സ്ഥലങ്ങളിൽ അവരുണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോൾ ലോകത്ത് ഏത് കാര്യത്തിലാണെങ്കിലും കുറേ മാർക്സിസ്റ്റുകാരും കുറേ കോൺഗ്രസ്സുകാരും കുറേ BJPക്കാരും കുറേ ലീഗുകാരും എന്ന പോലെ കുറച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാരും കുറച്ച് പോപ്പുലർ ഫ്രണ്ടുകാരും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മോഹന മാസ്റ്റർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മോഹന മാസ്റ്റർ U-ടേൺ അടിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെയല്ല. ഇതിൻ്റെ പുറകിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൃത്യമായ ആസൂത്രണവും ഒരു ഗൂഢലക്ഷ്യവുമുണ്ട്. അവരുടെ ഉദ്ദേശം ഈ MEC7 എന്ന് പറഞ്ഞ ഒരു വ്യായാമ കൂട്ടായ്മയെ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചു. അവരൊക്കെ ഈ ആരോപണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മോഹന മാസ്റ്റർ പിന്മാറിയാലും ആരോപണം അവിടെ തന്നെ ഉണ്ട്. RV ബാബുവിനെ പോലുള്ള ആളുകൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഈ മുസ്ലിം വിരുദ്ധ വികാരം ഇപ്പോൾ പ്രബലമാണ്. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, CPM തന്നെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിൻ്റെ ആളുകൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ പുറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇങ്ങനെ വ്യായാമം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ അമുസ്ലിം ഭൂരിപക്ഷത്തെ ഇല്ലായ്മയാണ്, അവരെ തുടച്ച് നീക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലേക്കുള്ള പ്രൊജക്ഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ CPMന് ഇതുകൊണ്ട് എന്താ ലാഭം എന്ന് ചോദിച്ചാൽ ഇവിടെ നിലവിൽ തന്നെ ഒരു മുസ്ലിം അമുസ്ലിം എന്ന രീതിയിലുള്ളൊരു ധ്രുവീകരണം ഉണ്ട്. അത് ഈ മുനമ്പം മുതലായ വിഷയങ്ങൾ, വഖഫ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് കുറച്ചുകൂടി രൂക്ഷമായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും
ഐക്യജനാധിപത്യ മുന്നണിയിലെ അനൗദ്യോഗിക ഘടകകക്ഷികളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യവും പ്രസിദ്ധമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കണ്ടതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ UDF-നായിരുന്നു. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പരസ്യമായിട്ട് തന്നെ UDF-നായിരുന്നു. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട കാര്യമായ വോട്ടുകളൊന്നും ഇവർക്ക് കിട്ടുകയില്ല എന്നുള്ള വ്യക്തമായി. അപ്പോൾ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ഇങ്ങനെ വ്യായാമ കൂട്ടായ്മകൾ നടത്തി ഇവിടെ വലിയ മൊബിലൈസേഷൻ നടത്തുന്നു. UDF-ൻ്റെ അനൗപചാരിക ഘടകകക്ഷിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടുമാണ് ഇത് ചെയ്യുന്നത് എന്ന് വരുത്തിയാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും സഖ്യകക്ഷിയായിട്ടുള്ള ലീഗിനും കൂട്ടിയാനായിട്ട് വൈമനസ്യം. ഇതുകൊണ്ടുള്ള ഗുണം തീർച്ചയായിട്ടും കിട്ടാൻ പോകുന്നത് LDF-നും CPM-നും ആയിരിക്കും. അപ്പോൾ BJP-യുടെ വോട്ടുകൾ പൂർണ്ണമായിട്ട് BJP-ക്ക് പോയാൽ പോലും അത് LDF-നാണ് ഗുണം കിട്ടുക. അതിൽ നിന്നൊരു പോർഷൻ UDF ജയിക്കാതിരിക്കാൻ വേണ്ടി LDF-ലേക്ക് വരികയാണെങ്കിൽ ഒരു മൂന്നാം പിണറായി സർക്കാരിൽ മൂന്നാം LDF സർക്കാർ പ്രാവർത്തികമാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മാത്രമല്ല, പഴയ പോലെ RSS മാർക്സിസ്റ്റ് സംഘടനകളൊന്നും സംസ്ഥാനത്ത് നടക്കുന്നില്ല. രണ്ട് സംഘടനകളും അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും പരമാവധി സഹകരിച്ചൊക്കെ തന്നെയാണ് പോകുന്നത്. കാര്യം മൈക്ക് വയ്ക്കുമ്പോൾ ഇവരൊക്കെ വലിയ സംഘപരിവാർ വിരോധം അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരോധവും സാമ്രാജ്യത്വ വിരോധമൊക്കെ പറയുമെങ്കിലും ഈ വിരോധത്തിൻ്റെയൊക്കെ പുറകിലുള്ള ഉദ്ദേശവും അതിനൊക്കെ എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു വലിയ ഒരു സംഘപരിവാർ CPM സഹകരണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനെ കളമൊരുക്കി കൊടുക്കുന്ന ഇതുപോലുള്ള സംഘടനകളാണ്. മുനമ്പം പോലെയുള്ള വിഷയങ്ങളിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന അതിര് കടന്ന അവകാശവാദങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ 2025 ആണ്ടിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടക്കും. അതിൻ്റെ തൊട്ടുപുറകെ 2026 ഇപ്പോൾ മുതൽക്ക് കൂട്ടണമെങ്കിൽ ഏതാണ്ട് 15-16 മാസത്തിനകത്ത് കേരള നിയമസഭയ്ക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. അതിനുള്ള ഒരു കളമൊരുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുനമ്പം വിഷയത്തിലാണെങ്കിൽ ശരിയാണ്. അതല്ല ഈ MEC-7 വ്യായാമ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ ശരിയാണ്. സമീപ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ സംഭവങ്ങളും ഈ ഒരു ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.